ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അതുപോലെ മാരീഡ് ആയ ഒരാൾക്ക് ഒരു ഫുൾ ടൈം ആസ്പിരൻറ്റിന് കിട്ടുന്നത് പോലെ 12 മണിക്കൂറോ 14 മണിക്കൂറോ ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അത്യാവശ്യം നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും, പിന്നെ ഫാമിലി ഉണ്ട്. ആ ഒരു കാര്യത്തിലാണ് പി കെ സാറായിട്ട് പേഴ്സണൽ കോൺടാക്ട് ചെയ്യാൻ പറ്റി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടിയത്. ഒരു മെന്റർ സപ്പോർട്ട് പി കെ സാറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ ഈ LSG സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജോബ് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം? ഏറെ സന്തോഷമുള്ള നിമിഷമാണ്. നമ്മുടെ കഴിഞ്ഞ LSD സെക്രട്ടറി ബാച്ചിൽ ഉണ്ടായിരുന്ന ഫിയാസ് TK 161 റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറി, അതായത് LSD സെക്രട്ടറി ആയിട്ട് അഡ്വൈസ് ആയിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് തന്നെ നിയമനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിയുക്ത പഞ്ചായത്ത് സെക്രട്ടറി പ്രിയപ്പെട്ട ഫിയാസിന് എല്ലാവിധ ആശംസകളും ഡിക്കലാനേഷന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഹായ് ഓൾ, PK ലേണിംഗ് സക്സസ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സര പരീക്ഷയിൽ വിജയിക്കുന്നവരുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് പ്രചോദനം നൽകാറുമുണ്ട്. പ്രത്യേകിച്ച് വിവാഹിതർ, കുട്ടികളെയും കുടുംബത്തിനെയും ഒരുപോലെ മാനേജ് ചെയ്ത് വിജയം കരസ്ഥമാക്കിയ ഒട്ടനവധി പേരെ ഇതിനോടകം തന്നെ നമ്മുടെ PK സക്സസ് സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സമാന സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയാണ്. മൾട്ടിനാഷണൽ കമ്പനിയിലെ തിരക്കേറിയ വർക്കിനൊപ്പം തന്നെ തന്റെ കഠിന പരിശ്രമത്തിലൂടെ ഇക്കഴിഞ്ഞ LSD സെക്രട്ടറി 161 റാങ്ക് നേടിയെടുത്ത ശ്രീ ഫിയാസ് TK ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ഫിയാസ്. താങ്ക് യു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതിന് പുറമെ നമ്മുടെ പ്രേക്ഷകർക്ക് ഫിയാസിനെ കുറിച്ച് ഒരുപാട് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. അപ്പോൾ അവർക്കായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? തീർച്ചയായും. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഫിയാസ് TK. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. വീട്ടിൽ വാപ്പ, ഉമ്മ, 2 അനിയത്തിമാർ, മാരീഡാണ്. ഇപ്പോൾ വൈഫ്, ഇങ്ങനെ ഫാമിലി വരുന്നത്. കഴിഞ്ഞൊരു 6 വർഷമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഒരു MNC കമ്പനിയിൽ സീനിയർ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു BTech ഗ്രാജുവേറ്റ്, അതിനുശേഷം 6 വർഷത്തോളം MNCയിൽ വർക്ക് ചെയ്യുന്നു. എപ്പോഴാണ് ഈ ഒരു PSC പഠനം മനസ്സിലേക്ക് വന്നത്? BTech ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. BTechന് ശേഷം ഉടനെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലോ ജോലി ചെയ്യാൻ ആയിരുന്നില്ല ചെയ്തിരുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളം UPSC പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ UPSCയുടെ മെയിൻസ് എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നേരത്തെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വാപ്പ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളൊരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ, ഇനി ഒരു കരിയർ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ട് തിരിച്ച് പ്രിപ്പറേഷനിലേക്ക് വരാം എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MNCയിൽ ജോയിൻ ചെയ്തു. അവിടെ ആയിരുന്നെങ്കിൽ പോലും പ്രിപ്പറേഷൻ്റെ ടച്ചിൽ നിൽക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ന്യൂസ് പേപ്പർ വായനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയാണ് വീണ്ടും PSC പഠനത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ ഈ LSG സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജോബ് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം? കാരണം ആ ഒരു ടൈമിൽ ഒരുപാട് എക്സാംസ് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടായ ഒരു സാഹചര്യം ഈ സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ആണോ? അങ്ങനെ പറയാം. കാരണം സിവിൽ സർവീസും LSG സെക്രട്ടറിയും ഞാൻ പറയുന്ന രണ്ടും ഒരേപോലെ ഒരേ ത്രാസിൽ തുലനം ചെയ്യാൻ പറ്റുന്നൊന്നും പറയുന്നില്ല. എന്നാലും സിമിലാരിറ്റീസ് ഉണ്ട് അതിൻ്റെ ജോബ് പ്രൊഫൈലിന്. ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനോ IPS ഉദ്യോഗസ്ഥനോ കിട്ടുന്ന പവറുകളോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ ഒന്നുമല്ല. പക്ഷേ LSG സെക്രട്ടറി എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രമല്ല, അത് ഒരു എനേബിളിംഗ് കേന്ദ്രമാണ്. അതായത് നമുക്കൊരു പഞ്ചായത്തിലെ പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആ പഞ്ചായത്തിലെ സെക്രട്ടറി എഫിഷ്യൻ്റ് ആണെങ്കിൽ കഴിയും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് പൊതുജനങ്ങളിൽ നമ്മളൊരു വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് LSG എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എക്സാം വിളിക്കുമ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്യുന്നതും അത് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അത്യാവശ്യം നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും, പിന്നെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു LSG സെക്രട്ടറിയുടെ ആ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട്? അത്യാവശ്യം ഒരു വാസ്റ്റ് സിലബസ് ആണ്. 3 ഫേസ് ആയിട്ടാണ്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ജേർണി, അതിന് എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്തത് ഈ ഒരു വർക്ക് പ്രഷറിന്റെ ഒപ്പം തന്നെ? ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വർക്ക് പ്രഷറും അതിൻ്റെതായിട്ടുള്ള ജോലി ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള റിസോഴ്സസ് എന്താണ്, നമ്മൾ കൺസ്ട്രെയിൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അതുപോലെ മാരീഡ് ആയ ഒരാൾക്ക്
ഒരു ഫുൾ ടൈം ആസ്പിരൻറ്റിന് കിട്ടുന്നത് പോലെ 12 മണിക്കൂറോ 14 മണിക്കൂറോ ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്കതിൽ കിട്ടുന്നത് ഒരു 3-4 മണിക്കൂറായിരിക്കും. അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഫാമിലിയായിട്ട് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളിങ്ങനെ പ്രിപ്പറേഷന് പോവുകയാണെന്നുള്ളത് ഇതൊക്കെയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് മെയിൻസ് പ്രിപ്പയർ ചെയ്യാം. കാരണം ഞാൻ UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും കേരള PSCയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടായിരുന്നു. ആ ഒരു ടൈം പ്രിലിംസ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യും. ആദ്യത്തെ തുടക്കത്തിലൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി. പിന്നീട് അത് അവരുടെ കുറ്റമൊന്നുമല്ല, നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് 4-5 മണിക്കൂറൊക്കെ അവരുടെ ഡെയിലി ക്ലാസ്സുകൾ വരുന്നു. പിന്നെ അതിൻ്റെ റിവിഷനും എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മളൊരു സെൽഫ് പ്ലാനിലേക്ക് പോവുകയും അങ്ങനെയാണ് പിന്നീട് മാനേജ് ചെയ്യുന്നത് പ്രിലിംസ് വരെ. അപ്പോൾ ഈ PK ലേണിംഗ്സിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ടൈം നമുക്കൊരു കൺസ്ട്രെയിൻ ആണ്. ഇപ്പോൾ ഒരു സ്മാർട്ട് വർക്ക് ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ പ്രിലിംസ് കഴിയുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ ആ ഒരു സമയത്തോടു കൂടി ഒരുപാട് യൂട്യൂബ് വീഡിയോസും PSC സ്ഥാപനങ്ങളുടെ കാര്യങ്ങളും, അതായത് അവരുടേതായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും പറയുന്നത് എന്താണ് പഠിക്കേണ്ടതെന്ന് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇഗ്നോയുടെ മെറ്റീരിയൽ ഫോളോ ചെയ്യുക, പഞ്ചായത്തിലെ കുറേ ഗൈഡ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എവിടെയും നമുക്ക് എന്താണ് പഠിക്കേണ്ടാത്തത്, ആ വാസ്റ്റ് സിലബസിൽ ഒഴിവാക്കേണ്ട ഏരിയാസ് എവിടെയാണ്, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ, അതായത് ടൈം കൺസ്ട്രെയിൻ ഉള്ള ഒരാൾക്ക് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എവിടെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ കമ്പനിയിൽ, നേരത്തെ പറഞ്ഞ കമ്പനിയിൽ ഒപ്പം വർക്ക് ചെയ്ത ആൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ആൾ സെക്കൻഡ് പേപ്പർ പഠിച്ചത് PK ലേണിംഗ്സിലെ ഒരു പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞു. ടെലഗ്രാമിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. തുടക്കത്തിൽ അത് കേട്ടപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടി. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് PK സാറിൻ്റെ ഒരു നേതൃത്വമുണ്ട്, അതുപോലെ അവിടെ ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും തയ്യാറാവുന്ന ആളാണ്. അപ്പോൾ അതായത് നമ്മളുടെ പ്രഷറുകൾ എന്താണെന്ന്, നമുക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും അതേ സ്ട്രെസ്സുള്ള ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഇതിങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഫേസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഇപ്പോൾ പിയർ ലേണിങ്ങിൻ്റെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അതായത് ChatGPT ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പോളുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ നമുക്ക് ആക്റ്റീവായി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം PK ലേണിംഗ്സിലുണ്ടായിരുന്നു. അത് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ PK സാറെ കുറിച്ച് പ്രത്യേകിച്ചായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു സെക്ടറിൽ വർക്ക് ചെയ്ത് അവിടെ നമുക്ക് അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്ന, കരിയർ പ്രോഗ്രസ് ഒക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ സ്വിച്ച് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് സെൽഫ് ഡൗട്ട്, അല്ലേ, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് PK സാറായിട്ട് പേഴ്സണൽ കോൺടാക്ട് ചെയ്യാൻ പറ്റി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടിയത്. അതായത് നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു സെൽഫ് ബിലീഫ്, നമുക്ക് സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് ഒരു മെന്റർ സപ്പോർട്ട് PK സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്ത് പഠിക്കേണ്ടെന്ന് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്മാർട്ട് വർക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡീസെൻട്രലൈസ് പ്ലാനിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പറിൽ ഒരു ടോപ്പിക്കാണ്. അത് വളരെ വാസ്റ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ മുഴുവൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കി ലോങ് ഹാങ്ങിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ. അത് ഗവേണൻസ് പോലുള്ള ടോപ്പിക് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്മാർട്ട് അപ്രോച്ചും, അതായത് എന്ത് പഠിക്കേണ്ടെന്ന് പറഞ്ഞു നമുക്കൊരു സെൽഫ് ബിലീഫ് തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഡൗൺ ആകുമ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ച് ഒന്ന് മോട്ടിവേഷൻ, ആ തരത്തിലുള്ള ഹെൽപ്പ് സാർ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഫിയാസ്. ഇപ്പോൾ LSG സെക്രട്ടറിയായിട്ട് ഉടനെ നിയമനം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു? പ്രൈവറ്റ് സെക്ടറും LSG സെക്രട്ടറി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലെ പ്രഷറൊന്നും ഇല്ലാത്ത ഒരു ജോലിയാണ് ഗവൺമെൻറ് സെക്ടറിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നും അല്ല വരുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രഷറുള്ള ജോലി തന്നെയാണ്. അതായത് നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിലെ ജോലിയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഓഫീസ് മാനേജ് ചെയ്യണം, അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, പൊതുജനങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് കാണുന്നത്, നമ്മൾ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലും ഇതേ പ്രഷർ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, നമുക്ക് നല്ലൊരു സാലറി, നല്ലൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്നു, അതല്ലെങ്കിൽ ഒരു സഡനായിട്ട് കരിയർ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഫൈനൽ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതേ കാര്യം നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഇതേ പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടുന്നുണ്ട്. നമ്മൾ വെറും ഐഡിയോളജി കൊണ്ട് മാത്രമൊന്നുമല്ല ഈ ഒരു ഇതിലേക്ക് വരുന്നത്, നമുക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു സാലറി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു സെക്രട്ടറി ആയിട്ട് ഞാൻ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ഇരുന്ന് 2 മണിക്കൂർ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് ഒരു പ്രൊജക്ട് 2 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴോ അതിനുണ്ടാകുന്ന ഇമ്പാക്ട് വ്യത്യാസമാണ്. മറ്റേത് കൃത്യമായി സോഷ്യൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് കാണുന്നത്. പിന്നെ നേരത്തെ ചോദ്യം തുടർന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനേക്കാൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന
ജോബ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളും കാര്യങ്ങളും വരുമ്പോൾ പഠനം തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫിയാസിന്റെ ഇതേ സിറ്റുവേഷനുള്ള സമാന സാഹചര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് താങ്കൾക്ക് ഒരു മെസ്സേജ് നൽകാനുള്ളത്? അതായത് നമ്മൾ ഒരു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് PSC പ്രിപ്പറേഷനിലോ UPSC പ്രിപ്പറേഷനിലോ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സസും നമ്മുടെ കൺസ്ട്രെയിൻസും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ 12 മണിക്കൂർ 14 മണിക്കൂർ വായിക്കുന്നവരെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് എഫക്റ്റീവായിട്ട് സിലബസ് ഒരു സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ കവർ ചെയ്യാം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പരമാവധി മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിവിഷനും, അത് നമ്മളിപ്പോൾ 12 മണിക്കൂർ വായിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു 3 മണിക്കൂർ വായിച്ച ഒരാൾ തെറ്റെടുത്ത ദിവസം അത് കൃത്യമായി റിവിഷന് ഉപരി റീകോൾ ചെയ്യുക. നമ്മൾ ബുക്കൊക്കെ അടച്ചു വെച്ച് റീകോൾ ചെയ്ത് നമുക്ക് എത്രത്തോളം മൈൻഡിനെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെ ഈ ഒരു ടൈമിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യും, ഒരു 1 month 2 month ഡൗൺ ദ ലൈനിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, എന്തൊക്കെയാണ് നമുക്കുള്ള പ്രശ്നങ്ങളെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിനൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, ഓക്കെ, അതിപ്പോൾ ഒരു മെൻറ്റർ ആവണമെന്നില്ല, നമ്മുടെ ഫാമിലിയിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ UPSC സമയത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഉമ്മാനോടാണ്. അതായത് ഉമ്മാക്ക് ഇപ്പോൾ UPSCയുടെ സിലബസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്ന ഒരാളെയും കൂടി കണ്ടെത്തുന്നത് എപ്പോഴും നമുക്ക് ഒരു ജേണിയിൽ സ്മൂത്ത് ആക്കുന്നതായിരിക്കും. ഈ ഒരു ബിസി ഷെഡ്യൂളിനിടയിലും ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തി. അപ്പോൾ എൻ്റെയും PK ലേണിങ്സിൻ്റെ പേരിൽ നന്ദി. താങ്ക് യു. ഇത് ഫിയാസിന്റെ ജീവിതകഥയാണ്. തന്റെ സ്വപ്നങ്ങൾ കീഴടക്കാനായി ജോലിയോ കുടുംബമോ ഒരു തടസ്സമല്ല എന്ന് തന്റെ വിജയത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊരു വ്യക്തിയുമായി സക്സസ് സ്റ്റോറിയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.